പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ട്രാവൽ വീഡിയോ അല്ല, ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത്. ഇതിൻ്റെ പേര് വന്നിട്ട് റീച്ച് എയർ ബൈക്ക് എന്നാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേര്. ഇത് അസംബിളൊന്നും ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് പല പല പാർട്സായിട്ടായിരിക്കും ഇതിനകത്ത് വന്നിട്ടുണ്ടായിരിക്കാം. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ പാരൻസിനൊക്കെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് എക്സസൈസൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു സൈക്ലിംഗ് ചെയ്യും പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് കുറച്ച് സ്ഥലം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ റൂമിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാളിലോ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കത് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ സൈക്ലിംഗ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു കാർഡിയോ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ അതേ ഗുണം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂവും എല്ലാം നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിനൊരു 4.2 റേറ്റിംഗ് ഉണ്ട് ഫ്ലിപ്കാർട്ടിനകത്ത്. അതുപോലെ തന്നെ ഇത് വാങ്ങിച്ച ആൾക്കാരെല്ലാം റിവ്യൂ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 90% റിവ്യൂവും പോസിറ്റീവായിട്ടുള്ള റിവ്യൂസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഫോട്ടോസും കൊടുത്തിട്ടുണ്ട്. അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഫോട്ടോസും കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ചയും 2 ആഴ്ചയും കഴിഞ്ഞിട്ടുള്ള റിവ്യൂസും ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിവ്യൂ എല്ലാം നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത്. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. എന്തായിരുന്നാലും നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് അസംബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നും വർക്കൗട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതെല്ലാം നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഈ കാണുന്നത് നമ്മുടെ മെയിൻ ബോഡിയാണ്. ഈ കിടക്കുന്നത് നമ്മുടെ 2 ഹാൻഡിൽസാണ്. ഈ 2 ഭാഗത്തായിട്ട് കാണുന്നത് ഇത് 2 ഹാൻഡിൽസാണ്. പിന്നെ ഈ വരുന്നത് സീറ്റ്, പിന്നെ വരുന്നത് പെഡൽസ്, ചവിട്ടാനുള്ള 2 പെഡൽസ്. പിന്നെ ഈ കാണുന്നത് ഇതിന് 2 ലെഗ് സ്റ്റാൻഡ് വരുന്ന ലെഗാണ് വരുന്നത്. ഈ കാണുന്നത് മീറ്റർ ബോർഡാണ്. ഇതിനകത്ത് ബാറ്ററി ഇടാൻ പറ്റും. പിന്നെ ഈ കാണുന്നത് ഈ 2 ഹാൻഡിലും കൂടെ കണക്ട് ചെയ്യണ ആക്സിലാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ടൂൾ വെച്ചിട്ടാണ് ഇതെല്ലാം ടൈറ്റ് ചെയ്യണത്. എന്നിട്ട് ഈ പ്ലാസ്റ്റിക് ഊരണം. അതിൻ്റെ കറക്റ്റ് ഈ ഹോൾ ഇതിനകത്ത് അലൈനാണ്. പ്രസ് ചെയ്ത് കയറ്റാം. 3 ഹോളും കറക്റ്റ് അലൈൻമെൻറ്റിൽ വരണം. എന്നിട്ട് ഇതിനകത്ത് സ്ക്രൂ മുറക്കണം. അടുത്തത് ഈ ഭാഗമാണ്. ഈ ഭാഗം ഫ്രണ്ട് ഇതിന് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് കറക്റ്റ് ഈ ഹോളിന് അലൈൻ ചെയ്യണം. കറക്റ്റ് ഈ 2 ഹോളും കറക്റ്റ് ഈ കാണിച്ചോടറ എടുത്തോട്ട് ഈ 2 ഹോളും കറക്റ്റ് ഇതിന് അലൈനായിട്ട് വയ്ക്കണം. എന്നിട്ട് ഈ 2 സ്ക്രൂ അടിയിൽ നിന്ന് മുകളിലോട്ട് കയറ്റി ടൈറ്റ് ചെയ്യണം. ആക്സിൽ നമ്മൾ ഈ ഒരു പോർഷനകത്ത് കടത്തി വിടണം. അതിനുവേണ്ടി ഈ 2 സൈഡിലുള്ള നട്ട് നമ്മൾ ഊരണം. ഈ നടുക്കുള്ള നട്ടും ഊരണം. ഇനി ഈ ആക്സിൽ കറക്റ്റായിട്ട് നമ്മൾ ഇതിനകത്ത് കയറ്റണം. കയറ്റുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹോളും ഇതിൽ മുകളിലൊരു ഹോൾ വരണുണ്ട്. ആ ഹോളും കറക്റ്റായിട്ട് വരണം. അവിടെ ഒരു സ്ക്രൂ വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം. ഇതുപോലെ
ഇതുപോലത്തെ 2 ഹാൻഡിലുണ്ട്. അത് നോക്കിയാൽ മതി. ഒന്നിൽ ആറും ഒന്നിൽ എല്ലും എഴുതിയിട്ടുണ്ട്. ആറെന്ന് പറഞ്ഞാൽ റൈറ്റാണ്. റൈറ്റിലുള്ള ഹാൻഡിൽ ഈ റൈറ്റ് ഭാഗത്തുള്ള ഈ ഒരു ആക്സിലിനകത്ത് നമ്മൾ ഫിറ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ വാഷറും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്യണം. ഇനി അടുത്ത് പെഡൽ ഫിറ്റ് ചെയ്യണമാണ്. പെഡൽ ഫിറ്റ് ചെയ്യുന്നിടത്ത് നോക്കണം, 6 എഴുതിയേക്കണം റൈറ്റിലാണ്. ഇവിടെ ഫിറ്റ് ചെയ്യണം. ഈ ബോൾട്ട് ഊരിയതിന് ശേഷം ഇതിനകത്ത് വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം. കാണിച്ചോ. എന്നിട്ട് ഈ ഒരു ഭാഗം ഈ പെറ്റലിൻ്റെ അകത്ത് ഈ ഒരു പോർഷനകത്ത് നമ്മൾ പ്രസ് ചെയ്ത് കയറ്റണം. പ്രസ് ചെയ്ത് കയറ്റിയിട്ട് ഇവിടെ ഒരു ആണിയുണ്ട്, ഇതിനകത്തോട്ട് പ്രസ് ചെയ്ത് കയറ്റണം. ലെഫ്റ്റ് സൈഡിലുള്ള പെഡൽ നേരത്തെ റൈറ്റ് സൈഡിലുള്ള പെഡൽ കണക്ട് ചെയ്തതുപോലെ കണക്ട് ചെയ്യണം. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കിയാൽ മതി ലെഫ്റ്റ് സൈഡിലുള്ള പെഡൽ. ഇതുപോലത്തെ 2 ബുഷുണ്ട്. ആ ബുഷ് ലെഫ്റ്റും റൈറ്റും ആയിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് വെക്കണം. ഇത് ലെഫ്റ്റ് സൈഡ്. ഇനി അടുത്ത ഈ ഒരു ക്ലാമ്പിൽ നമ്മൾ ഈ സീറ്റ് കണക്ട് ചെയ്യണം. സീറ്റിൻ്റെ ബാക്ക് സൈഡിൽ 3 നട്ടും ബോൾട്ടും വരുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ഈ ഹോളിനകത്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ സീറ്റ് ഈ ഹോളിനകത്ത് ഇറക്കിയിട്ട് നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോളാണിത്. ഈ ഹോളും ഇവിടെ ഒരു ഹോളുണ്ട്. ഈ ഹോളും കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു നട്ട് വെച്ച് ടൈറ്റ് ചെയ്യാം. നമ്മളിത് വെച്ച് ടൈറ്റ് ചെയ്യും. പിന്നെ ഇതുപോലത്തെ 2 സ്പോഞ്ച് ഉണ്ട്. അതിൽ ഒരു സ്പോഞ്ച് നമ്മൾ ഇതിനകത്തും ഒന്ന് ഇതിനകത്തും കയറ്റണം. ഇനി അടുത്തത് എൻ്റെ മീറ്ററിൻ്റെ കണക്ഷനാണ്. ഈ മീറ്ററിൽ ബാറ്ററി ഇടണം. ബാക്ക് സൈഡിൽ ഒറ്റ ബാറ്ററിയാണ്. അത് നമുക്ക് സ്പീഡ്, ടൈം, കലോറി ഇത് 3ഉം ഡിഫറൻ്റ് ആയിട്ട് കാണിക്കും. പിന്നെ ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ് നമ്മൾ സൈക്കിൾ ചവിട്ടി എന്നുള്ളത് കാണിക്കും. ഇനി ഈ ബെൽറ്റ് നമ്മൾ ഈ പെഡലിൽ കണക്ട് ചെയ്യണം. ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ടാൽ മതി. ആദ്യം നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മളാദ്യം 2 കാലും അപ്പുറത്ത് ഇടുക, കയറി ഇരിക്കുക. ഇതിനു ശേഷം ഈ ഒരു പെഡലിനകത്ത് നമ്മുടെ ലെഫ്റ്റ് ലെഗും ഇതിനകത്ത് റൈറ്റ് ലെഗും ഇടുക. അതിനുശേഷം ഹാൻഡിൽ പിടിച്ചുകൊണ്ട് ഫ്രണ്ടിലോട്ട് ചവിട്ടണം. ഇതിൻ്റെ മീറ്ററിൽ നമുക്ക് എത്ര സ്പീഡ്, ടൈം, എത്ര കലോറി ബേൺ ചെയ്തു, എത്ര ഡിസ്റ്റൻസ് നമ്മൾ മൂവ് ചെയ്തു എന്നുള്ളതെല്ലാം മീറ്ററിനകത്ത് കാണിക്കും. നമുക്ക് ഈ ഒരു ഹാൻഡിൽ ഫിക്സ് ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാൻഡിൽ ഫിക്സ് ആക്കി വെച്ചിട്ട് പെഡലിങ് മാത്രം ചെയ്താൽ മതിയെങ്കിൽ നമ്മുടെ ഈ ഒരു പോർഷനിൽ ഇവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതിനെ തിരിച്ച് കറക്കി ഈ ഒരു നട്ടിൽ ലോക്ക് ചെയ്ത് വെക്കണം. ഈ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാൻഡിൽ
സ്റ്റേബിളായിട്ടിരിക്കും, അനങ്ങൂല. അപ്പോൾ ഇവിടെ പിടിച്ചുകൊണ്ട് നമുക്ക് പെഡൽ മാത്രം ചെയ്യാൻ പറ്റും. ഈ സാധനം രണ്ടും ഹാൻഡിലും സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കും.